മനുഷ്യൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ പ്രായത്തിലും വ്യത്യസ്തമായിരിക്കും. യുവത്വത്തിലുള്ള ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കില്ല നമുക്കൊരു മധ്യ കാലഘട്ടത്തിലേക്ക് വരും. ആ വില കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കും. കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ആ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഒരുമിച്ച് അവർ എല്ലാ കാര്യം ചെയ്യും. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരാകുവിൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും നല്ലൊരാഴ്ച നേരുന്നു. കഴിഞ്ഞ ആഴ്ച ദൈവം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുടുംബജീവിതത്തിലെ ഒരേ വൈബുള്ള, വ്യത്യസ്തമായ വൈബുകളുള്ള ആളുകൾ ഒരുമിച്ച് വരുമ്പോഴുള്ള നന്മകളും തിന്മകളെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരേ വൈബുള്ള ആളുകൾ ഒരു കുടുംബജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ അവരെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന നന്മകളും കുറവുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അമ്മ വന്നു. സംസാരിച്ചുകൊണ്ടിടയിൽ മക്കളെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ്റെ അതേ സ്വഭാവ രീതിയുള്ള ഒരു മകളെയാണ് എനിക്ക് വീട്ടിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളെ ഒരു മൈൻഡൊന്നും അവർ ചെയ്യാറില്ല. അവർ അവധി കിട്ടുന്നു, അവരൊന്ന് പുറത്തു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങളെ ചിലപ്പോൾ വിളിക്കാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടിയും അവരുടെ ഭർത്താവും ഒരേ വൈബുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ട് നന്മകൾ ഉണ്ട്. ആ കുടുംബജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്. പുറത്തു നോക്കുന്നവർക്ക് ചില കുറവുകളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിലും ആ കുടുംബത്തിൽ ഒരുപാട് നന്മകളൊക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് ആ കുടുംബത്തിൽ നന്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര ഐക്യമായിരിക്കും. ഒരേ വൈബുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഉള്ള കുടുംബത്തിൽ അവർ തമ്മിൽ ഭയങ്കര ഐക്യമായിരിക്കും. ഒരാളുടെ അഭിപ്രായം തന്നെയായിരിക്കും മറ്റൊരാളുടെ അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുകയെന്ന് ചോദിച്ചോ, ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒരാൾക്ക് മറ്റൊരാളുടെ അഭിപ്രായം മനസ്സിലാക്കാൻ പറ്റും. ഭർത്താവിൻ്റെ അഭിപ്രായം ഇങ്ങനെ, ഭാര്യയുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അവർക്ക് ഒരാളുടെ അഭിപ്രായം പറ്റും. ഇവർ തമ്മിൽ പെട്ടെന്ന് നല്ല ഐക്യം ഉണ്ടാകും. മൂന്നാമതായിട്ട് ഇവർ ജീവിതത്തിൽ ഇവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഒരേപോലെ ഉള്ളതായിരിക്കും. ഒരു ദിവസം അവധി കിട്ടിയെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, നല്ലൊരു പുറത്ത് പോകുന്നു, ഇവർ തന്നെ അല്ലേ നല്ലൊരു ടൂറ് പോകുന്നു, ഒരു ദീർഘയാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഇവർ വീട്ടിലിരുന്ന് ഒരുമിച്ച് ഭാര്യ മൊത്തം ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഭർത്താവിൻ്റെ അടുക്കളപ്പണി ജോലികളും കാര്യം ഭാര്യ സഹായിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നു. ഒരുമിച്ച് ഇവർ തമ്മിലുള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ചെയ്യും. പെട്ടെന്ന് ഇവർ ബോണ്ടായി കൃത്യമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റും. മൂന്നാമതായിട്ട് ഇവർ വില കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇവർ വില കൊടുക്കുന്നത് കുടുംബത്തിനായിരിക്കാം, ചിലപ്പോൾ ഇവർ വില കൊടുക്കുന്നത് ജോബിനായിരിക്കാം, ചിലപ്പോൾ ഇവർ വില കൊടുക്കുന്നത് പണസമ്പാദ്യത്തിനായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ആ വില കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കും. കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ആ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഒരുമിച്ച് അവർ എല്ലാ കാര്യം ചെയ്യും. അടുക്കളപ്പണികൾ, ടോയ്ലറ്റ് കഴുകൽ, വീട് വൃത്തിയാക്കൽ, ഇവർ അങ്ങനെ ഒരു ബൗണ്ട് ഒരേ വൈബുള്ള ആളുകൾ വരുമ്പോൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും. പുറത്തു നോക്കുന്നവർക്ക് ഇതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും. ഒരു കുടുംബജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ഭാര്യ ഭർത്താവാണെന്ന് വിചാരിച്ചു, അവരിപ്പോൾ അവരുടെ തറവാടുകളാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു അവധി കിട്ടി, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഭാര്യയും ഭർത്താവും അവർ ഓൾറെഡി ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച പറയുകയാണ് നമുക്കൊരു സ്ഥലത്ത് പോകാം, ഇന്ന സ്ഥലത്ത് പോകാം, അവരൊരു പ്ലാൻ ചെയ്യും. അവരെന്ത് ചെയ്യും, ശനിയാഴ്ച രാവിലെ തന്നെ അവർ ഈ യാത്രയ്ക്ക് പുറപ്പെടും.
അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ തന്നെ അവരെന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് അവർ ഈ അവധി ദിവസങ്ങളിൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കും. കുടുംബത്തിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും, അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ പറയും അവരെപ്പോഴും കറക്കുക, അല്ലെങ്കിൽ അവരെപ്പോഴും യാത്രയ്ക്കാണ്, അവരെപ്പോഴും സിനിമ പോലും അവർ വിടില്ല, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലർ പറയും എൻ്റെ മോൻ പെണ്ണ് കെട്ടിയത് കൂടി അടുക്കളപ്പണികളൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനത്തെ ചില കമൻറ്റുകളൊക്കെ ഇവരുടെ കുടുംബജീവിതത്തേക്ക് പുറത്തു നിന്നുള്ള ആളുകൾ പറയാൻ വേണ്ടി തുടങ്ങും. രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവരെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കുറവുകളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു തോണി കടലിലൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പുഴയിലൂടെ. രണ്ട് സൈഡിലേക്ക് തുഴയുമ്പോഴാണ് അതിന് ബാലൻസ് കിട്ടി നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു സൈഡിലേക്ക് മാത്രം തുഴഞ്ഞാൽ എന്ത് ചെയ്യും, അത് പതുക്കെ പതുക്കെ ഇങ്ങനെ വട്ടം കറങ്ങി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. സെയിം വൈബുള്ളവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവരുടെ ജീവിതമാകുന്ന തോണി എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടാവും. മുന്നോട്ട് പോകില്ലായിരിക്കും ചിലപ്പോൾ. അതെന്ത് ചെയ്യും, ഒരു രേഖയിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു രേഖയിൽ തന്നെ അതിങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം അവർ ചെയ്യുകയുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിലേക്ക് അവർ പോകില്ല. അതായത് അവർ ചിലപ്പോൾ യാത്രയായിരിക്കാം, നല്ല ഭക്ഷണമായിരിക്കാം, നല്ല സ്ഥലങ്ങളായിരിക്കാം. അവരെന്തെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഇഷ്ടപ്പെട്ട പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്ന, പുതിയ മേഖലയിലേക്ക് പോകുന്ന ഭാര്യ ഭർത്താവിന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം. അപ്പം ഭർത്താവ് ഓൾറെഡി എന്നോട് ചോദിച്ചില്ലോ എന്ന് ചൊല്ലില്ല, ഓൾറെഡി നമുക്ക് പോകാം, എല്ലാ പ്ലാനും ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ സന്തോഷം ഇത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. ഒരേ വൈബുള്ള ആളുകൾ ഒരു തോണി വട്ടം കറങ്ങുന്നത് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്, ഇവർ പ്രതീക്ഷ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. രണ്ടാമത് എന്ത് ചെയ്യും, മനുഷ്യൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ പ്രായത്തിലും വ്യത്യസ്തമായിരിക്കും. ഒരു യുവത്വത്തിലുള്ള ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കില്ല നമുക്കൊരു മധ്യ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇവർ ജീവിതത്തിൽ എന്ത് ചെയ്യും, പണ്ട് ഇവർ എൻജോയ് ചെയ്ത കാര്യങ്ങൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് പതുക്കെ പതുക്കെ പൊന്തി വരാൻ വേണ്ടി തുടങ്ങും. ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് പതുക്കെ പതുക്കെ പൊന്തി വരാൻ തുടങ്ങും. മൂന്നാമതായിട്ട് എന്ത് ചെയ്യും, ഇവർ രണ്ടുപേരും എൻജോയ് ചെയ്ത ഒരു കാര്യം യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് യാത്രയ്ക്ക് ഒരാൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റേ ആൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടാൻ വേണ്ടി തുടങ്ങും. വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇവരുടെ ജീവിതത്തിലില്ല, വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റേ ആൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇതിൽ ബുദ്ധിമുട്ടാൻ വേണ്ടി തുടങ്ങും, പതുക്കെ പതുക്കെ പരാതികളായി വരും. നാലാമതായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, രണ്ടുപേർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഒരേപോലെ യാത്ര ഇഷ്ടപ്പെടുന്നു, ഒരേപോലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നു, ഒരേ ജോബ് ഇഷ്ടപ്പെടുന്നു, ഒരേ മേഖല വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. ഇവരൊരു നെഗറ്റീവ് സൈഡുണ്ട്. എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ്, ഇവരുടെ നെഗറ്റീവ് സൈഡും ഉണ്ട്. ആ നെഗറ്റീവ് സൈഡിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ വലിയൊരു ഗർത്തത്തിലേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. ഇവർ ഒരേപോലെ യാത്ര ചെയ്യുന്നു, ഒരേപോലെ കാണിക്കുന്നു. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്കെന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. ആ എക്സ്ട്രീമിൽ നിന്ന് കര കയറാൻ ഇവർ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര സ്നേഹമാണ്, അച്ഛാ വഴക്കുണ്ടാക്കിയ പോയി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അവർ രണ്ടുപേരെയും കുറവ് ഒരേപോലെയാണ്. ഒരേ കുറവ് വരെ ഭാര്യ പറയുന്നതനുസരിച്ച് ഭർത്താവും പറയും, ഭർത്താവ് പറയുന്നതനുസരിച്ച് ഭാര്യയും പറയും. അങ്ങനെ ഒരേപോലെ എക്സ്ട്രീമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോൾ നിങ്ങൾ ഈ ധ്യാന വിചിന്തനം കേൾക്കുമ്പോൾ ഒരേ വൈബുള്ള ജീവിത രീതി നയിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ നന്മകൾ നിങ്ങൾ മനസ്സിലാക്കി, കുറവുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ കുറവുകൾ പതുക്കെ പതുക്കെ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിച്ച് നോക്കുക. ഒരു വ്യത്യസ്തമാർന്ന ചില വ്യക്തികളുള്ള നന്മകൾ പതുക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അഞ്ചാമതായിട്ട് കാര്യം എന്ന് പറയും, നിങ്ങളൊരു കുടുംബത്തിൽ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരേ വൈബുള്ള വ്യക്തിയായിരിക്കാം, ഒരേ രീതി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങൾ ഈ വൈബുമായിട്ട് ചിലപ്പോൾ ഒത്തുപോകില്ല. അപ്പോൾ നിങ്ങളായിരിക്കുന്ന ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ പതുക്കെ പതുക്കെ ഫാമിലി പ്രശ്നങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങും. അവരുടെ അഭിപ്രായങ്ങൾ ബാധിക്കാൻ വേണ്ടി തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, ഈ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നമ്മൾ കുടുംബത്തിലെ വ്യത്യസ്തമാർന്ന ആളുകൾ ഒരുമിച്ച് വരുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളായിരിക്കുന്ന ജീവിത രീതിയിൽ
മറ്റുള്ളവരുടെ നന്മകൾ കുറച്ചും കൂടി സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ തിന്മകൾ കുറച്ചും കൂടി കുറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ കുറവുകൾ തിരുത്താൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി പരിശ്രമിക്കാം. ഈശോ മിശിഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകൾ കൊണ്ടും പുണ്യങ്ങൾ കൊണ്ടും ഈശോ നിങ്ങളെ നിറയ്ക്കട്ടെ. നല്ലൊരാഴ്ച നിങ്ങൾക്ക് നേരുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് നന്മകൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കൂടെയുള്ള ആളെ മനസ്സിലാക്കുവാനുള്ള കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പറഞ്ഞു: പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ഒരു കുടുംബജീവിതം വിശുദ്ധിയിൽ, നന്മയിൽ, പുണ്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവാനുള്ള കൃപാവരങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തിന് ആവശ്യമായ ശാരീരികവും മാനസികവും ആത്മീയവും ബുദ്ധിപരമായിട്ടുള്ള എല്ലാ നന്മകൾ കൊണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.